നമസ്കാരം, വിനയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ പാല് പിരിഞ്ഞു പോകുക എന്നുള്ളതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ പാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മളത് കളയാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ പിരിഞ്ഞു പോയ പാല് കളയണ്ട കേട്ടോ. ഉച്ചക്കത്തെ ഊണിന് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ അത് കളയുന്നത്? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇത് ഞാൻ ചായക്ക് വെച്ച പാലായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് തിളച്ച് വന്നപ്പോഴേക്കും കണ്ടോ പിരിഞ്ഞു പോയിട്ടുണ്ട് ഈ പാല്. അപ്പം മിക്കവാറും ഇങ്ങനെ പാലൊക്കെ പിരിഞ്ഞു പോകുമ്പം ഞാനത് കളയത്തില്ല. അത് വെച്ചിട്ട് ഊണിനൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനത് കളയുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇതിപ്പോൾ കണ്ടല്ലോ, പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഇത് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് തണുക്കണ്ട, ഒരു ഇളം ചൂട് വേണം. അപ്പം തണുത്ത ശേഷം നോക്കാവേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഉറ ചേർത്ത് കൊടുക്കുവാണേ. ഉറയെന്ന് പറയുമ്പോൾ ഞാനിത് തൈര് ഉടച്ചെടുത്തതായിരുന്നു കേട്ടോ. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇളം ചൂട് വേണം കേട്ടോ പാലിന്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലത്തേന് ഇതെങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഉറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിലേക്ക് ഞാൻ ചായക്ക് വെച്ച പാലായിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ഉണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല. അപ്പം നമുക്കിനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നോക്കാവേ. ഇനി ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാവേ. ഇപ്പം ഞാനിവിടെ വെള്ളരിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുവേ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ. 2 അല്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു കുക്കർ എടുക്കാം. അതിലേക്ക് ആദ്യം വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ. ഇനി നമുക്കിത് വേവിച്ച ശേഷം നോക്കാം. അപ്പോൾ വെള്ളരിക്ക വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയുടെ പകുതി ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം അരപ്പ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോന്ന് നോക്കാം. ഇതല്ലേ വെള്ളരിക്ക ഇപ്പം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതാ തിളയ്ക്കുന്ന സമയവും കൊണ്ട് നമുക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നമുക്കൊന്ന് കറക്കിയെടുക്കാം. ആ തരികളോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തുകൊണ്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ അത്യാവശ്യത്തിന് നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇനി ഞാനിപ്പം വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനിപ്പം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നല്ലതുപോലെ ചൂടാവണം. തിളച്ച് കഴിഞ്ഞാൽ ഇനി പിരിഞ്ഞൊക്കെ പോകും വീണ്ടും. അതുകൊണ്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇതിപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതിൽ കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാനൊരു പാൻ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവായും കടുകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്കിത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നോക്കിക്കേ, ഊണിന് നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം പിരിഞ്ഞു പോയ പാല് അയ്യോ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നെങ്കിലോ? അപ്പം ഇനി ആരും അങ്ങനെ കളയരുത്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുളിശ്ശേരിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് പിരിഞ്ഞു പോയ പാലാണെന്ന് പറയത്തേ ഇല്ല. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും തൊട്ടടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.